നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. തലശ്ശേരി എം.എൽ.എ. എൻ ഷംസീറിന്റെ വീടിന് നേരെ ബോംബേറ്. മാടപ്പിടികയ്ക്കടുത്തുള്ള ഷംസീറിന്റെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. രാത്രി 9:45 സംഭവം. തലശ്ശേരിയിൽ CPM RSS നേതാക്കളുടെ വീടുകൾക്ക് നേരെ വ്യാപക ആക്രമണം. CPM ഏരിയ കമ്മിറ്റി അംഗം വാഴയിൽ ശശിയുടെ വീട് മുഖം മൂടി ധരിച്ചെത്തിയ സംഘം അടിച്ചു തകർത്തു. RSS നേതാവ് കൊളക്കോട് ചന്ദ്രശേഖരന്റെ വീട്ടിൽ അതിക്രമിച്ചെത്തിയ 15-അംഗ സംഘം ചന്ദ്രശേഖരനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. കണ്ണൂർ ഇരിട്ടിയിൽ DYFI നേതാവിന് വെട്ടേറ്റു. പെരുവമ്പറമ്പ് സ്വദേശി വിശാഖിനാണ് വെട്ടേറ്റത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ വിശാഖിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാപക അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ കനത്ത സുരക്ഷയാണുള്ളത്. പാലക്കാട് ഒറ്റപ്പാലത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന് വെട്ടേറ്റു. ഒറ്റപ്പാലം സ്വദേശി NK കൃഷ്ണൻകുട്ടിക്കാണ് വെട്ടേറ്റത്. ഹർത്താൽ ദിനത്തിലെ സംഘർഷങ്ങളിൽ പ്രതിഷേധിച്ച് DYFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെയായിരുന്നു ആക്രമണം. പത്തനംതിട്ട പഴകുളത്ത് CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കടയ്ക്ക് നേരെ ബോംബേറ്. ബൈക്കിലെത്തിയ 2-അംഗ സംഘം പെട്രോൾ ബോംബെറിയുകയായിരുന്നു. സംസ്ഥാനത്ത് തുടരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രത പാലിക്കാൻ പോലീസിന് നിർദ്ദേശം. അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് 5000-ലധികം പേർക്കെതിരെ കേസെടുത്തു. അറസ്റ്റിന് പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ചു. പന്തളത്തെ കർമ്മസമിതി പ്രവർത്തകൻ ചന്ദ്രൻ ഉണ്ണിത്താനേത് ആസൂത്രിതമായ കൊലപാതകമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ പ്രതികൾ ഒത്തുചേർന്നുവെന്നും കാത്തിരുന്ന് ആക്രമിച്ചുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അടൂർ താലൂക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 3 ദിവസത്തേക്കാണ് നിരോധനാജ്ഞ. അടൂരിലും പരിസര പ്രദേശത്തും സംഘർഷ സാധ്യതയുള്ളതിനാലാണ് തീരുമാനം. ഇന്നലെ രാത്രി CPM ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രന്റെ വീടിന് നേരെ അജ്ഞാതർ ബോംബെറിഞ്ഞിരുന്നു. ബോംബേറിൽ രവീന്ദ്രന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹർത്താൽ ദിനമായ ഇന്നലെ KSRTC ബസ്സുകളെ അക്രമത്തിൽ നിന്ന് സിനിമാ സ്റ്റൈലിൽ രക്ഷിച്ച തമിഴ്നാട് SIക്ക് കേരളത്തിന്റെ പാരിതോഷികം. തിരുവനന്തപുരം അതിർത്തിയിലെ കളിയിക്കാവിള SI മോഹൻ അയ്യർക്ക് KSRTC MD ടോമിൻ തച്ചങ്കരി പ്രശംസാപത്രവും 1000 രൂപ പാരിതോഷികവും നൽകി. ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം തിരൂരിലെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ അംഗീകാരം. മൈസൂരിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിന് ഇതു സംബന്ധിച്ച അറിയിപ്പ് മന്ത്രാലയം കൈമാറി. സംയുക്ത തൊഴിലാളി യൂണിയനുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച ജനുവരി 8-9 തീയതികളിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ദേശീയ പണിമുടക്ക് ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായാലും കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കി. ദേശീയ സുരക്ഷാ ഏജൻസിയായ NIA രാഷ്ട്രീയ താൽപര്യങ്ങളുള്ള കേസുകളുടെ അന്വേഷണം ഏൽപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരായി ഹൈദരാബാദിലുണ്ടായ ആക്രമണത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. അതിർത്തി കടന്ന് മിന്നലാക്രമണം നടത്തിയെന്നത് ഇന്ത്യയുടെ ഭാവനയെന്ന് പാകിസ്ഥാൻ. ഉഭയകക്ഷി ചർച്ചകളോട് ഇന്ത്യയാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നതെന്നും പാക് വിദേശകാര്യ വക്താവ് മുഹമ്മദ് ഫൈസൽ കുറ്റപ്പെടുത്തി. കോടികളുടെ PNB തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി തുടരുന്നു. 13 കോടിയിലേറെ രൂപ മൂല്യം കണക്കാക്കുന്ന തായ്ലൻഡിലെ മുഹിൽ ചോക്സിയുടെ ഫാക്ടറി കണ്ടുകെട്ടാൻ നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായ കണ്ടെയ്നർ കടത്തു മേഖലയിൽ ഹർത്താലും പണിമുടക്കും മൂലം കഴിഞ്ഞ ഒരു വർഷമുണ്ടായത് 111.6 കോടി രൂപയുടെ നഷ്ടം. കഴിഞ്ഞ വർഷത്തെ 93 പ്രവൃത്തി ദിനങ്ങൾ നഷ്ടപ്പെടുത്തിയ ഹർത്താലുകൾ പ്രളയത്തിൽ തകർന്ന മേഖലയുടെ ഉയർത്തെഴുന്നേൽപ്പിനും തിരിച്ചടിയായി. മൻമോഹൻ സിംഗ് മികച്ച പ്രധാനമന്ത്രിയായിരുന്നുവെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത്. ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് സഞ്ജയുടെ പ്രതികരണം. നരസിംഹറാവുവിന് ശേഷം ഇന്ത്യ കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹമെന്നും സഞ്ജയ് പറഞ്ഞു. ജമ്മു കാശ്മീരിൽ 13 പ്രധാന വികസന പദ്ധതികൾ പൂർത്തിയാക്കിയെന്ന് കേന്ദ്രം. 66,300 കോടിയാണ് വികസനത്തിനായി അനുവദിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 63 പദ്ധതികൾ കൂടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗ്രാജിലേക്ക് കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിച്ച് എയർ ഇന്ത്യ. ഡൽഹി, അഹമ്മദാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നാണ് ഫ്ലൈറ്റുകൾ. ജനുവരി 13 മുതൽ മാർച്ച് 30 വരെയാണ് സർവീസ്. ശബരിമലയിൽ വീണ്ടും ശുദ്ധിക്രിയ നടത്തില്ലെന്ന് തന്ത്രി. ശ്രീലങ്കൻ യുവതി സന്നിധാനത്തെത്തിയെന്ന് ദേവസ്വം ബോർഡ് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും തന്ത്രി കണ്ഠരര് രാജീവർ പറഞ്ഞു. അതിനിടെ തന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി G സുധാകരൻ രംഗത്തെത്തി. തന്ത്രി രാക്ഷസനാണെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. കൊച്ചി ഇന്റർനാഷണൽ ലിമിറ്റഡ് 2017-18 വർഷത്തെ ലാഭവിഹിതമായി സംസ്ഥാന സർക്കാരിന് 31 കോടി രൂപ നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയന് CLMD VJ കുര്യൻ ലാഭവിഹിതത്തിന്റെ ചെക്ക് കൈമാറി.
ആഫ്രിക്കയിൽ നിന്നുള്ള യുവതിക്ക് എയർ ഇന്ത്യ യാത്ര നിഷേധിച്ചതായി ആക്ഷേപം. ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിലെ മുൻ പ്രസിഡന്റിന്റെ മകൾ ഷെഫ മുഗാമയാണ് പരാതിക്കാരി. വർണ്ണവിവേചനമാണ് കാണിച്ചതെന്ന് ഇവർ എയർ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലെത്തിയതായിരുന്നു. രാജ്യത്ത് മതത്തിന്റെ പേരിൽ വർഗീയ മതിലുണ്ടാക്കുകയാണെന്നും എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണെന്നും നടൻ നസറുദ്ദീൻ ഷാ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്ത്യയ്ക്കായി ചിത്രീകരിച്ച 14 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഡൽഹിയിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട ഭീകരർക്ക് ആയുധങ്ങൾ നൽകിയ കേസിൽ യുവാവിന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. മീററ്റിൽ നിന്ന് വ്യാഴാഴ്ച രാത്രിയാണ് 21-കാരനായ നയീമിനെ അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഒഴിവാക്കി പൊതുതെരഞ്ഞെടുപ്പിനൊരുങ്ങി സമാജ്വാദി പാർട്ടിയും BSPയും. ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ ഇക്കാര്യം തീരുമാനിച്ചതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ലാഹോറിലെ ജയിലിൽ കഴിയുന്ന മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് സഹായിയെ അനുവദിക്കാനാവില്ലെന്ന് പഞ്ചാബ് പ്രവിശ്യ ഗവൺമെന്റ്. അൽ അസീസിയ ഉരുക്കുമില്ലുമായി ബന്ധപ്പെട്ട കേസിലാണ് ഷെരീഫ് ജയിലിൽ കഴിയുന്നത്. ബാഗ്ദാദിൽ സ്ത്രീകളുടെ അഭയകേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. 22 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ പോലീസിന് കട്ടൌട്ടിന് കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത 2 പേർ അറസ്റ്റിലായി. പോലീസിന്റെ പ്രതിച്ഛായ അപകീർത്തിപ്പെടുത്തിയതിനാണ് കേസെടുത്തത്. ഐഫോണിലൂടെ ട്വീറ്റ് ചെയ്തതിന് 2 ഹുവായ് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് ചൈന. ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ചു. ഹുവായ് ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ ചൈന സ്വന്തം പൗരന്മാരിൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. മ്യാൻമറിൽ പോലീസ് കേന്ദ്രങ്ങൾക്കെതിരെ അരാക്കൻ ആർമിയുടെ ആക്രമണത്തിൽ 13 പോലീസുകാർ കൊല്ലപ്പെട്ടു. 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജമാൽ ഖഷോഗി കൊലപാതക കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ റിയാദ് സന്ദർശിക്കും. അടുത്തയാഴ്ചയായിരിക്കും സന്ദർശനം. ജോർദാൻ, ഈജിപ്ത്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലും പോംപിയോ സന്ദർശനം നടത്തുന്നു. ജമാൽ ഖഷോഗിയുടെ കൊലപാതക കേസിൽ സൗദി നടത്തുന്ന വിചാരണ അപര്യാപ്തമാണെന്ന വിമർശനവുമായി ഐക്യരാഷ്ട്ര സംഘടന. അന്വേഷണത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യമാണെന്ന് UN ആവശ്യപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട് 11 പ്രതികളുടെ വിചാരണ ആരംഭിച്ച സാഹചര്യത്തിലാണ് വിമർശനം. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭ. നിരവധി പേരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ എതിരാളികളെ ജയിലിലടയ്ക്കുകയും ചെയ്തിരുന്നു. ഡിസംബർ മാസം അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണിത്. തൊഴിലവസരങ്ങളിലുള്ള വർധനവിന്റെ വിവരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത്. ഇസ്രയേൽ പതാകയെ ചവിട്ടിയായി ഉപയോഗിച്ച് ജോർദാനിലെ ട്രേഡ് യൂണിയനുകൾ. ജോർദാൻ ഇസ്രയേൽ സൗഹൃദത്തിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. 18 ലക്ഷത്തോളം അംഗങ്ങളാണ് ട്രേഡ് യൂണിയനുകളിൽ ഉള്ളത്. ഇസ്രയേൽ സൈന്യത്തിന് ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ജൂത സംഘടനകൾക്കെതിരെ ഓഡിറ്റ്. വെസ്റ്റ് ബാങ്കിൽ അനധികൃത കെട്ടിട നിർമ്മാണത്തിന് സംഘടന തുക അനുവദിച്ചതായും റിപ്പോർട്ടുണ്ട്. കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിന്റെ നിരക്കിൽ 5 വർഷത്തിനിടെ വൻ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഇറ്റലിയിലേക്കുള്ള കുടിയേറ്റക്കാരുടെ എണ്ണത്തിലാണ് ഏറ്റവും വലിയ രീതിയിൽ കുറവുണ്ടായത്. എന്നാൽ സ്പെയിനിലേക്കുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. US കോൺഗ്രസിനെ മറികടക്കാൻ വേണ്ടി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കൻ അതിർത്തിയിലെ മതിലിനായുള്ള തുക അനുവദിക്കുന്നതുവരെ മറ്റൊരു ബില്ലിലും ഒപ്പുവെക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. നേപ്പാൾ ആർമി തലവൻ പൂർണ്ണചന്ദ്ര താപ്പ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 11 ഇന്ത്യയിലെത്തും. ഇന്ത്യൻ കരസേനാ മേധാവി ബിപിൻ റാവത്തുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ കരസേനയുടെ ക്ഷണം സ്വീകരിച്ചാണ് താപ്പയുടെ സന്ദർശനം. സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണ് RSSന്റെ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനാണ് RSS ശ്രമിക്കുന്നതെന്നും CPM പ്രവർത്തകർ പ്രകോപനത്തിൽ സംയമനം പാലിക്കണമെന്നും കോടിയേരി പറഞ്ഞു. മാഞ്ചസ്റ്ററിലെ EV റെസ്റ്റോറന്റിൽ വൻ തീപിടുത്തം. ടെറസിലെ ഹീറ്ററിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. നവംബറിലാണ് റെസ്റ്റോറന്റ് പ്രവർത്തനം തുടങ്ങിയത്. ഗാസയിലെ പലസ്തീൻ TV ഓഫീസുകൾ അക്രമികൾ അടിച്ചു തകർത്തു. പലസ്തീനും ഹമാസും തമ്മിലുള്ള സംഘർഷം ഇതോടെ വർദ്ധിക്കാനുള്ള സാധ്യതയേറി. 5 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. വടക്കൻ പോളണ്ടിൽ എസ്കേപ്പ് ഗെയിമിനിടെ ഉണ്ടായ തീപിടുത്തത്തിൽ 5 യുവതികൾ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല.
മേഘാലയയിൽ ഖനിയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ മന്ദഗതിയിൽ. ഖനിക്കുള്ളിലെ വെള്ളം പുറത്തേക്ക് തള്ളാൻ കൊണ്ടുപോകുന്ന ശക്തിയേറിയ പമ്പുകളിൽ ഭൂരിഭാഗവും വെള്ളിയാഴ്ചയും സ്ഥാപിച്ചില്ല. വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എത്തിച്ച 13 പമ്പുകളിൽ 3 എണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത്. ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള ടിക്കറ്റ് നിരക്ക് ഏകീകരിച്ചു. ഇതുപ്രകാരം എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ വഴി ഇന്ത്യയിൽ എവിടേക്ക് മൃതദേഹം എത്തിക്കാനും ഒരേ നിരക്കായിരിക്കും. പുതിയ നിരക്ക് പ്രകാരം 12 വയസ്സിൽ താഴെയുള്ളവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് 750 ദിർഹം അടച്ചാൽ മതിയാകും. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 1500 ദിർഹമാണ് നിരക്ക്. $200 കോടി ബാങ്ക് തട്ടിപ്പിന്റെ പേരിൽ ഇന്ത്യൻ വംശജനായ സുർജൻ സിംഗ് അടക്കം 3 പേർ ലണ്ടനിൽ അറസ്റ്റിലായി. 3 പേരും ക്രെഡിറ്റ് സ്വിസ് ബാങ്കർമാരായിരുന്നു. മൊസാംബിക്കിലെ കമ്പനികളുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. 6 മിസ് കോളുകളുടെ പേരിൽ മുംബൈയിലെ വ്യാപാരിക്ക് നഷ്ടമായത് 2 കോടി. ഫോണിലേക്ക് മിസ് കോൾ വന്നത് കണ്ട് തിരിച്ചു വിളിച്ച മുംബൈ മഹിമയിലുള്ള വസ്ത്ര വ്യാപാരിക്കാണ് 1.86 കോടി രൂപ നഷ്ടമായത്. ബ്രിട്ടീഷ് കോഡിൽ ആരംഭിക്കുന്ന നമ്പറിൽ നിന്നാണ് മിസ് കോളുകൾ വന്നതെന്ന് വ്യാപാരി സൈബർ സെല്ലിനെ അറിയിച്ചു. ഹരിയാനയിൽ 2 ലക്ഷം രൂപ നൽകി വിവാഹം കഴിച്ച് അനധികൃതമായി താമസിപ്പിച്ച ദളിത് പെൺകുട്ടിക്ക് വീടിന്റെ 1ാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേറ്റു. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഒഡീഷയിൽ നിന്ന് 15-കാരിയെ ട്രെയിനിൽ കൊണ്ടുവന്ന് 30-കാരനായ സന്ദീപിന് വിൽപ്പന നടത്തിയത്. ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് ഒരു ഇന്ത്യക്കാരൻ പോലും പുറത്താകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കും. അസാമിലെ ബരാക് താഴ്വരയിൽ പൊതുറാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഘാലയ സർക്കാരിന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ പിഴ ചുമത്തി. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഖനികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പിഴ ചുമത്തിയത്. 100 കോടി രൂപയാണ് പിഴ. അഫ്ഗാനിസ്ഥാനിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള ഇന്ത്യൻ സാന്നിധ്യത്തെ പ്രകീർത്തിച്ച് അഫ്ഗാനിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേശകൻ ഹംദുള്ള മോഹിം ഡൽഹിയിൽ അജിത് ദോവലുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇന്ത്യയെ പ്രശംസിച്ചത്. അനിൽ അംബാനിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വീഡിഷ് ടെലികോം കമ്പനി എറിക്സൺ സുപ്രീം കോടതിയെ സമീപിച്ചു. 550 കോടി രൂപയാണ് അനിൽ അംബാനി എറിക്സണ് നൽകാനുള്ളത്. സെപ്റ്റംബർ 30-നകം കൊടുത്തു തീർക്കേണ്ട തുകയാണ് ഇത്. ട്രംപിന്റെ മെക്സിക്കൻ മതിലിനായി ഖജനാവിൽ നിന്ന് പണം നൽകില്ലെന്ന് ഡെമോക്രാറ്റ് നേതാവ് നാൻസി പെലോസി. 2 ആഴ്ചയായി തുടരുന്ന ട്രഷറി സമരം അവസാനിപ്പിക്കാൻ ജനപ്രതിനിധി സഭ പാസാക്കിയ ബില്ലിൽ മതിലിന്റെ പണം നീക്കിവെച്ചിട്ടില്ല. ബിൽ പ്രസിഡന്റ് വീറ്റോ ചെയ്തു. നോക്കിയയുടെ ഏറ്റവും പുതിയ ക്യാമറ ഫോൺ നോക്കിയ 9 പവർ വ്യൂ ഈ വർഷം ആദ്യത്തിൽ തന്നെ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ട്. 5 പിൻ ക്യാമറകളുള്ള ഫോണാണ് അവതരിപ്പിക്കുന്നത്. ഹാൻഡ്സെറ്റിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെ ഹാസ്റ്റിംഗ് നഗരത്തിൽ 85 ദിനോസറുകളുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് 7 വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ കാൽപ്പാടുകളാണ്. ലോവർ ക്രറ്റേഷ്യൻ യുഗത്തിൽ നിന്നുള്ള ഈ കാൽപ്പാടുകൾക്ക് ചുരുങ്ങിയത് 10 കോടി മുതൽ 14 കോടി വരെ വർഷങ്ങൾ പഴക്കം കാണുമെന്നാണ് റിപ്പോർട്ട്. ഖത്തറിൽ തൊഴിലാളികളുടെ പാസ്പോർട്ട് തൊഴിലുടമ കൈവശം വെച്ചാൽ പരാതി നൽകേണ്ടത് ഭരണവികസന തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയത്തിന്. പ്രവാസി തൊഴിലാളികൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. ഖത്തർ തൊഴിൽ നിയമപ്രകാരം തൊഴിലാളിയുടെ പാസ്പോർട്ട് തൊഴിലുടമ പിടിച്ചുവെക്കുന്നത് 25,000 റിയാൽ പിഴ ചുമത്താനുള്ള കുറ്റമാണ്. മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള മുവാസലാത്ത് ബസ് സർവീസ് ജനകീയമാകുന്നു. ടിക്കറ്റ് നിരക്കിളവിലൂടെ ദേശീയ ഗതാഗത കമ്പനി യാത്രക്കാർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. സ്വദേശികളും വിദേശികളുമായി 100 കണക്കിന് പേരാണ് മുവാസലാത്ത് ഉപയോഗിക്കുന്നത്. മുംബൈയിൽ 4ാം നിലയിൽ നിന്ന് താഴെ വീണ കുഞ്ഞു മരച്ചില്ലയിൽ കുടുങ്ങി രക്ഷപ്പെട്ടു. അജിത് ബാർക്കഡെ ജ്യോതി ദമ്പതികളുടെ മകൾ അഥർവയാണ് താഴേക്ക് വീണത്. കുട്ടിയെ പരിക്കുകളോടെ ഫോർട്ടിസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില മെച്ചപ്പെടുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ തുടർ നടപടി ശക്തമാക്കാൻ UDF യോഗം തുടങ്ങി. സമരം ശക്തമാക്കാൻ യോഗം തീരുമാനിക്കുകയും ചെയ്യും. കുവൈത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വ്യാജരേഖയുണ്ടാക്കിയതിന് 23 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള അതോറിറ്റിയിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി. കേസ് പ്രോസിക്യൂഷന് കൈമാറിയതായി സാമൂഹ്യക്ഷേമ മന്ത്രി അറിയിച്ചു. സർക്കാർ പ്രവർത്തനത്തിന് പണം അനുവദിക്കുന്ന ബിൽ അമേരിക്കയിലെ ജനപ്രതിനിധി സഭ പാസാക്കി. എന്നാൽ മെക്സിക്കോ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാനുള്ള പണം വകയിരുത്താതെയാണ് ബിൽ പാസാക്കിയത്. സുഡാൻ പ്രസിഡന്റ് ഒമർ അൽ ബരീഷ്
അൽ ബഷീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. ഞായറാഴ്ച പ്രസിഡന്റിന്റെ വസതിയിലേക്ക് വിവിധ പ്രതിപക്ഷ കക്ഷികളുടെ മാർച്ച് സംഘടിപ്പിക്കും. അവശ്യ വസ്തുക്കൾക്കും ഇന്ധനക്ഷാമത്തിനുമെതിരെ 2 ആഴ്ചയായി സുഡാനിൽ പ്രതിഷേധം തുടരുകയാണ്. മിസൈൽ പരീക്ഷണങ്ങൾക്കായി റോക്കറ്റ് ഉപയോഗിക്കരുതെന്ന അമേരിക്കൻ നിർദ്ദേശം ലംഘിച്ച് ഇറാൻ. സ്പേസ് റോക്കറ്റിലാണ് ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തിയത്. ജർമ്മനിയിൽ വ്യാപക വിവരച്ചോർച്ച. ചാൻസലർ ഏംഗല മെർക്കലിന്റേതടക്കം 100 കണക്കിന് രാഷ്ട്രീയ നേതാക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമായി. ആരാണ് ഇത്രയും വലിയ വിവരച്ചോർച്ചയ്ക്ക് പിന്നിലെന്ന് ഇതുവരെ അറിവായിട്ടില്ല. സംഭവത്തിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസും സൈബർ ഡിഫൻസ് സെന്ററും അന്വേഷണം നടത്തും. തായ്ലൻഡിൽ പാബുക് ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നു. പ്രധാന വിനോദ കേന്ദ്രമായ കോ സുമായിലേക്കാണ് ചുഴലിക്കാറ്റ് ആദ്യമെത്തിയത്. സമീപത്തെ 16 പ്രവിശ്യകളിൽ നിന്ന് 6000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മെക്സിക്കൻ സംസ്ഥാനമായ ഒവാസാക്കയിൽ മേയർ വെടിയേറ്റു മരിച്ചു. ടാക്സിയാക്കോ നഗരത്തിലെ മേയർ അലാൻഡ്രോ അപ്പാർച്ചിയോ ആണ് കൊല്ലപ്പെട്ടത്. സത്യപ്രതിജ്ഞ ചെയ്ത് 2 മണിക്കൂറുകൾ പോലും പിന്നീട് മുമ്പാണ് മേയർ തെരുവിൽ വെടിയേറ്റ് വീണത്. പരിശീലനം ശക്തമാക്കാനും യുദ്ധത്തിന് സജ്ജരായിരിക്കാനും പട്ടാളക്കാർക്ക് ചൈനയുടെ നിർദ്ദേശം. തായ്വാനിൽ സ്വാതന്ത്ര്യ പ്രക്ഷോഭം ശക്തമായതോടെയാണ് ചൈനീസ് പട്ടാളക്കാർക്ക് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പുതുവത്സര സന്ദേശത്തിലാണ് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം. നിരവധി ഫീച്ചറുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാട്സാപ്പിന്റെ പുതിയ പതിപ്പ് വരുന്നു. വരാനിരിക്കുന്ന പതിപ്പിൽ നിരവധി സംവിധാനങ്ങളാണ് വാട്സാപ്പ് ഒരുക്കിയിരിക്കുന്നത്. വാട്സാപ്പ് പേ, ഗ്രൂപ്പുകൾക്കുള്ള വോയിസ്, വീഡിയോ കോൾ, ഫേസ്ബുക്കിന് സമാനമായി സ്റ്റിക്കറുകൾ എന്നിവയെല്ലാം പുതിയ പതിപ്പിൽ പ്രതീക്ഷിക്കുന്നു. 3 ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയും അംഗീകാരം നൽകി. 7 ദിവസത്തെ ബഹിരാകാശവാസത്തിനാണ് പദ്ധതി. ഇതോടെ ബഹിരാകാശത്തേക്ക് സ്വന്തം നിലയ്ക്ക് മനുഷ്യരെ അയക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഈ വർഷം 5 ഗ്രഹണങ്ങൾ ഭൂമിയിൽ നിന്ന് കാണാനാകുമെന്ന് ജ്യോതിശാസ്ത്ര ലോകം. ഇതിൽ 2 എണ്ണം ഇന്ത്യയിൽ നിന്ന് കാണാനാകുമെന്നും ഉജ്ജയിൻ ആസ്ഥാനമായ ജിവാജി ഒബ്സർവേഷൻ സൂപ്രണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രകാശ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ജീവിതം വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാനൊരുങ്ങി ബോളിവുഡ് താരം വിവേക് ഒബ്രോയ്. PM നരേന്ദ്രമോദി എന്ന ബയോപിക് ചിത്രം ഒമാൻ കുമാറാണ് സംവിധാനം ചെയ്യുന്നത്. മേരി കോം, സരബ്ജിത്ത് എന്നീ ബയോപിക് ചിത്രങ്ങളുടെ സംവിധായകനാണ് ഒമാൻ. അമേരിക്കയ്ക്ക് മറുപടിയുമായി അത്യുഗ്രൻ പ്രഹരശേഷിയുള്ള ബോംബ് വികസിപ്പിച്ച ചൈന. മുമ്പ് ബോംബുകളുടെ മാതാവ് എന്ന പേരിൽ US സർവനാശിയായ ബോംബ് ഉപയോഗിച്ചിരുന്നു. ചൈനയുടെ പ്രതിരോധ വ്യവസായ രംഗത്തെ ഭീമനായ നൌറിൻകോയാണ് വാർത്ത പുറത്തുവിട്ടത്. മാതാപിതാക്കളുടെ വാർദ്ധക്യ സുരക്ഷ ഉറപ്പുവരുത്താൻ മക്കൾ പണം നീക്കിവെക്കണമെന്ന നിയമം കൊണ്ടുവരാനൊരുങ്ങി നേപ്പാൾ സർക്കാർ. ഇതനുസരിച്ച് വരുമാനത്തിന്റെ 5 മുതൽ 10% വരെ മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ മക്കൾ ബാധ്യസ്ഥരാകും. മംഗലാപുരത്ത് നിന്നും കൊച്ചുവേളിയിലേക്കുള്ള അന്ത്യോദയ എക്സ്പ്രസിന്റെ കാസർകോട്ടെ സ്റ്റോപ്പ് നീട്ടി. കാസർഗോഡ് അനുവദിച്ച താൽക്കാലിക സ്റ്റോപ്പിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് തീരുമാനം. റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. 2018-19 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി 4-ന് ആരംഭിക്കുന്ന പരീക്ഷ ഫെബ്രുവരി 11-ന് അവസാനിക്കും. 1ാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ 21-ന് തുടങ്ങും. BJP പ്രവർത്തകരെ ചന്ദ്രബാബു നായിഡു ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം BJP പ്രവർത്തകർ തടയാൻ ശ്രമിച്ചപ്പോഴാണ് ചന്ദ്രബാബു നായിഡു ഭീഷണിപ്പെടുത്തിയത്. ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാനിൽ ഹിന്ദു ആരാധനാലയത്തെ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പെഷാവറിലെ പാജ് തെരീത്ത് എന്ന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തിനാണ് പൈതൃക പദവി ലഭിച്ചത്. ജോലി ചെയ്യുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും സുരക്ഷ സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയിൽ. കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും സംബന്ധിച്ച ഹർജിയിൽ സുപ്രീം കോടതി അടുത്തയാഴ്ച വാദം കേൾക്കും. ഷവോമി സ്മാർട്ട് TV വില കുറച്ചു. സ്മാർട്ട് TVകളുടെ GST നിരക്ക് കുറച്ചതിന് പിന്നാലെയാണ് വില കുറച്ചത്. 2000 രൂപ വരെയാണ് വില കുറഞ്ഞിരിക്കുന്നത്. സൗണ്ട് ഓൺ ഡിസ്പ്ലേ സ്മാർട്ട് ഫോണിലേക്ക് മാറ്റി LGയുടെ G8 എത്തി. ഡിസ്പ്ലേയിൽ തന്നെ സ്പീക്കറും G8 വിപണിയിൽ എത്തിക്കാൻ തയ്യാറെടുത്ത LGയുടെ ഈ മോഡൽ ഉടൻ വിപണിയിലേക്ക് എത്തുന്നു. ഉപഭോക്താക്കൾക്കായി ഇനി പുതിയ മോഡൽ ആൻഡ്രോയിഡ് TV ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച് ഇൻഫാൽക്കോൺ കമ്പനി അടുത്തിടെ അവതരിപ്പിച്ച TVയാണ് 75 ഇഞ്ച് വലുപ്പമുള്ള അൾട്രാ HD 4K ആൻഡ്രോയിഡ് LED TV.
സ്വകാര്യ വിവരങ്ങൾക്ക് മേൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ അധികാരം നൽകാൻ പുതിയ പദ്ധതി തയ്യാറാക്കി മൈക്രോസോഫ്റ്റ്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വിവരങ്ങൾ കാണുവാനും പങ്കുവയ്ക്കുന്നത് നിയന്ത്രിക്കാനും ഇനി മുതൽ കഴിയും. കുറഞ്ഞ വിലയിൽ കൂടുതൽ സേവനങ്ങൾ നൽകാനൊരുങ്ങി ഇന്ത്യയിലെ സ്വകാര്യ ടെലികോം സേവനദാതാക്കളായ എയർടെൽ, റിലയൻസ് ജിയോ, വോഡാഫോൺ. 300 രൂപയിൽ താഴെയുള്ള റീചാർജ് പദ്ധതിയിൽ ഉപഭോക്താവിന് 1.5 GB ഡാറ്റയിലധികം ദിവസേന ഉപയോഗിക്കാൻ കഴിയും. കർണാടകയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറച്ചു. പെട്രോളിന് 32%, ഡീസലിന് 21% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. നവാഗതനായ മധു സി നാരായണൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആദ്യ ടീസർ പുറത്തുവന്നു. ഷെയ്ൻ നിഗം, ശ്രീനാഥ് ബാസി, സൗബിൻ ഷാഹിർ എന്നിവർ ദൂരദർശൻ വാർത്തയുടെ മ്യൂസിക്കിനൊപ്പം ചൂടുവയ്ക്കുന്ന 1 മിനിറ്റുള്ള ടീസറാണ് പുറത്തുവന്നത്. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ മുഖ്യവേഷത്തിലെത്തിയ ഞാൻ പ്രകാശൻ തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടി മുന്നേറുന്നു. ശ്രീനിവാസൻ തിരക്കഥയൊരുക്കിയ ചിത്രം കൊച്ചി മൾട്ടിപ്ലക്സിൽ 1 കോടി രൂപ കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. പൊതുജനങ്ങളിൽ നിന്ന് ധനശേഖരണം നടത്തി നിർമ്മിച്ച പുള്ള് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. ബിജു മേനോൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. പുതുമുഖങ്ങൾ മാത്രം അണിനിരക്കുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് റിയാസ് റാസാണ്. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള നായകൻ ഹൃത്തിക് റോഷൻ. വേൾഡ് ടോപ്പ് മോസ്റ്റ്.com എന്ന അന്താരാഷ്ട്ര വെബ്സൈറ്റ് നടത്തിയ ഓൺലൈൻ വോട്ടെടുപ്പിലാണ് ഹൃത്തിക് 1ാം സ്ഥാനത്ത് എത്തിയത്. നീരജ് മാധവ് നായകനാകുന്ന പുതിയ ചിത്രം ചിറകിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. നവാഗതനായ റനേഷ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സീറോ ക്ലോക്ക് പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുക. ഷറഫുദ്ദീൻ നായകവേഷത്തിലെത്തുന്ന ചിത്രം നീയും ഞാനും പോസ്റ്റർ പുറത്തുവിട്ടു. അനു സിത്താരയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. AK സാജനാണ് ചിത്രം സംവിധാനം ചെയ്യുക. VK പ്രകാശിന്റെ സംവിധാനത്തിൽ നിത്യ മേനോനെ മുഖ്യ കഥാപാത്രമാക്കി ഒരുക്കുന്ന ചിത്രം പ്രാണയുടെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. 4 ഭാഷകളിൽ ഒരുമിച്ച് നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും പ്രാണയ്ക്കുണ്ട്. യുവതാരം കാളിദാസ് ജയറാം നായകനായെത്തുന്ന ചിത്രം അർജന്റീന ഫാൻസ് കാട്ടൂർ കടവിന്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടു. ചിത്രം മാർച്ച് 1 തിയേറ്ററുകളിലെത്തും. ഐശ്വര്യ ലക്ഷ്മി നായികാവേഷത്തിൽ എത്തിയിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ATMകളിൽ 2000-ന്റെ നോട്ട് നിക്ഷേപിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കും. 2000 നോട്ട് പിൻവലിക്കുന്നതിന് മുന്നോടിയായാണ് നടപടി. മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ആസ്തിയിൽ HDFC 1ാം സ്ഥാനത്ത്. ഒക്ടോബർ-ഡിസംബർ കാലയളവിലുണ്ടായ 9% വളർച്ചയുടെ പിൻബലത്തിലാണ് HDFC 1ാമതെത്തിയത്. ഇതോടെ HDFCയുടെ ആസ്തി 3.35 ലക്ഷം കോടിയിൽ എത്തി. വാട്സാപ്പിന് പിന്നാലെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ഫേസ്ബുക്ക് മെസഞ്ചറും. ഉപയോക്താക്കളുടെ ആവശ്യം പരിഗണിച്ച ഡാർക്ക് മോഡാണ് മെസഞ്ചറിന് പുതുതായി അവതരിപ്പിക്കാനുള്ളത്. രാത്രികാലങ്ങളിൽ മെസഞ്ചർ ഉപയോഗിക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന അസ്വസ്ഥത ചെറുക്കുന്നതിനും ഫോണിലെ ചാർജ് അധികം നഷ്ടമാകാതെ ചാറ്റ് ചെയ്യുന്നതിനുമാണ് പുതിയ സംവിധാനം. വലിയ സ്ക്രീനുള്ള സ്മാർട്ട് ഫോണുമായി ജിയോ. ഫീച്ചർ ഫോണുകൾ 4G ആയി അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ മുന്നിൽ കണ്ടാണ് ജിയോയുടെ നീക്കം. സോണിയുടെ നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചറുള്ള പുതിയ ഹെഡ്സെറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു. പശ്ചാത്തല സംഗീതം അനുസരിച്ച് ശബ്ദത്തിന്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ് പുതിയ ഫോൺ. വില 12,990 രൂപ. ഗ്ലോബ് സോക്കർ ഫുട്ബോൾ പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. 5ാം തവണയാണ് ക്രിസ്ത്യാനോ പുരസ്കാരം സ്വന്തമാക്കുന്നത്. ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദെഷാംസ് ആണ് മികച്ച പരിശീലകൻ. പ്രോ കബഡി ലീഗിലെ 6ാം സീസണിൽ ഇന്ന് കലാശ പോരാട്ടം. ഗുജറാത്ത് ഫോർച്യൂൺ ജെയിൻസിന് ബംഗളൂരു ബുൾസാണ് എതിരാളി. വൈകിട്ട് 8 മണി മുതലാണ് മത്സരം. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. ആതിഥേയരായ UAEയും ബഹ്റൈനും തമ്മിൽ രാത്രി 9:30 മത്സരം. നാളെ തായ്ലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 24 ടീമുകളാണ് ഏഷ്യൻ കപ്പിന്റെ 17ാം പതിപ്പിൽ മത്സരിക്കുന്നത്. FA കപ്പിൽ ടോട്ടനത്തിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 7 ഗോളിന് ട്രാൻമോറിനെ തോൽപ്പിച്ചു. ഫെർണാണ്ടോ സെലാരാൻഡോയ്ക്ക് ഹാട്രിക്. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്.